ജമായത്തെ ഇസ്ലാമി തങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം മതരാഷ്ട്രമാണ്, ഇസ്ലാമിക റിപ്പബ്ലിക്കാണ് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്നലെ ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന ഉന്നതാധികാര സമിതിയിലെ അംഗമായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് തൻ്റെ ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം നിസ്സംശയം പ്രസ്താവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇസ്ലാം ന്യൂനപക്ഷമായ സ്ഥലത്താണ് ആദ്യമായിട്ട് ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിതമായതെന്നും മദീനയെ ഉദാഹരിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വ്യക്തമാക്കുകയുണ്ടായി. അതായത് ജമായത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്ന് ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിക്കണമെന്ന അവരുടെ ലക്ഷ്യത്തിൽ നിന്ന്, കാഴ്ചപ്പാടിൽ നിന്ന് ഒരു അണുപോലും വ്യതിചലിച്ചിട്ടില്ല, പിന്മാറിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഉന്നതാധികാര സമിതിയിലെ അംഗം ഇന്നലെ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ വി.ഡി. സതീശൻ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് വ്യക്തമാക്കണം. ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം, ജമാഅത്ത് ഇസ്ലാമിയുടെ കാഴ്ചപ്പാട്, നയപരമായ നിലപാട്, ഇതെല്ലാം പ്രഖ്യാപിക്കേണ്ടതും വ്യക്തമാക്കേണ്ടതും ആ സംഘടനയുടെ തലപ്പത്തുള്ളവരാണ്, ആ സംഘടനയുടെ നേതൃസരണിയിലുള്ളവരാണ്. അവരാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആത്യന്തികമായ ലക്ഷ്യം ഇസ്ലാമിക റിപ്പബ്ലിക്കാണെന്നും മതരാഷ്ട്രമാണെന്നും സംശയത്തിനിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരമൊരു ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ നിലപാട് ഭരണഘടനാ വിരുദ്ധമാണ്, ദേശവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, മതേതര വിരുദ്ധമാണ്. അപ്പോൾ ഇങ്ങനെ ഭരണഘടനാ വിരുദ്ധവും മതേതര വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നിലപാട് സ്വീകരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ ഏറ്റവും ഒടുവിലത്തെ പ്രഖ്യാപനത്തെ തള്ളിപ്പറയാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തയ്യാറാകുമോ എന്ന് ജനങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. അതുപോലെ ഇന്ത്യ ഇസ്ലാമിക റിപ്പബ്ലിക്കാക്കാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട്, അവരുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായിട്ട് ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യവും സഹകരണവും ഉണ്ടാക്കാനുള്ള കോൺഗ്രസിൻ്റെ UDFൻ്റെയും നിലപാട്, അത് ആ നിലപാടുമായി മുന്നോട്ട് പോകാനാണോ വി.ഡി. സതീശനും കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും തയ്യാറാകുന്നത് എന്നുകൂടി വ്യക്തമാക്കണം. ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ജമാഅത്ത് ഇസ്ലാമിയുമായി, വെൽഫെയർ പാർട്ടിയുമായി UDFൻ്റെ രാഷ്ട്രീയ സഹകരണത്തിനും സഖ്യത്തിനും അന്തിമ രൂപമുണ്ടായിരിക്കുന്നു. ഇവർ തമ്മിലുള്ള നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഒരു കാര്യം സമ്മതിക്കണം, ഞങ്ങൾ ഭാരതത്തെ ഇസ്ലാമിക റിപ്പബ്ലിക്കാക്കാൻ ആഗ്രഹിക്കുന്ന, അത് പ്രഖ്യാപന നിലപാടായിട്ട് തീരുമാനമെടുത്തിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുമായി ഞങ്ങൾ തുറന്ന സഹകരണത്തിലാണ്, രാഷ്ട്രീയ സഖ്യത്തിലാണ്, ആ സഖ്യത്തിനാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് നൽകേണ്ടത് എന്നുകൂടി വ്യക്തമാക്കാൻ വി.ഡി. സതീശനും കോൺഗ്രസ് UDF നേതൃത്വം തയ്യാറാകണം. രണ്ടാമത്, ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് മുൻകാലങ്ങളിൽ രഹസ്യവും പരസ്യവുമായിട്ട് രാഷ്ട്രീയ സഖ്യവും സഹകരണവും ഉണ്ടാക്കിയവരാണ് CPM-ഉം ഇടതുപക്ഷവും. അവർ തമ്മിൽ പാർട്ടി ഓഫീസിലും അല്ലാത്ത രീതിയിലും നടന്നിട്ടുള്ള ചർച്ചകളെക്കുറിച്ച് ജമാഅത്ത് ഇസ്ലാമിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഇത്തരം ചർച്ചകളെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് നേതൃത്വവും സമ്മതിച്ചിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയെ പുകഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി സംസാരിച്ചിട്ടുമുണ്ട്.